കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ എ.ഡി.എം, വനം വകുപ്പ് എന്നിവർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. ആന എഴുന്നള്ളിപ്പിൽ ചട്ടലംഘനമുണ്ടായെന്നും നാട്ടാന പരിപാലന നിയമം ലംഘിച്ചു എന്നുമാണ് റിപ്പോർട്ടിലെ പരാമർശം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നട്ടാന പരിപാലന ചട്ടം അത് ലംഘനമുണ്ടായിരിക്കുന്നു കൊയിലാണ്ടിയിൽ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രം ഭാരവാഹികളൊക്കെ പറഞ്ഞത് കൃത്യമായ ഈ ചട്ടങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ടാണ് ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നാണ് അവരുടെ പ്രതികരണം വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്പസമയം മുൻപ് എ.ഡി.എമ്മും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ളൊരു യോഗം ഈ എ.ഡി.എമ്മിൻ്റെ ഓഫീസിൽ വെച്ച് നടന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആനകളെ ഈ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട, അവിടെ നിഷ്കർഷിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ആനകൾ തമ്മിലുള്ള അകലം, ഒപ്പം തന്നെ ഈ ആനകളും ഈ കാണാൻ എത്തിയവരുമായി ജനങ്ങളുമായിട്ടുള്ള അകലം, അതിലൊക്കെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ലംഘനം അവിടെ നടന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ വനം മന്ത്രി എ.കെ. ശശീന്ദ്രന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചട്ടങ്ങളാണ് ലംഘിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും എ.ഡി.എം വ്യക്തമാക്കുന്നു. ഇതിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇവർ പ്രതികരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നട്ടാന പരിപാലന ചട്ടത്തിൽ ഒരു ലംഘനമുണ്ടായിരിക്കുന്നു. അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അത് ഈ ഒരു മീറ്റിംഗിന് ശേഷം, ഈ ഒരു യോഗത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കുകയാണ്. ശരി അനുജ, മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന സംഭവത്തിലാണ് ഇതിൽ ചട്ടലംഘനമുണ്ടായിട്ടുണ്ട്, നാട്ടാന പരിപാലനത്തിൽ ചട്ടലംഘനമുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അത് വനംവകുപ്പ് മന്ത്രിക്ക് കൈമാറി.